വിഭജിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നതായ ആരോപണം. ഇറാഖിലെ ഇറാനിയൻ അനുകൂല മിലീഷ്യൻ ഭീകര നേതാവായ ഗൈസ് ഖലാസിയാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സിറിയയോടൊപ്പം ഇറാഖിന്റെ ഭാഗമായ ചില പ്രദേശങ്ങൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. ഇറാഖിലെ ശക്തമായ ഇറാനിയൻ അനുകൂല മിലീഷ്യയായ അസൈബ് അഹൽ അൽ അഖിന്റെ നേതാവാണ് ഇസ്രായേലിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഖൈസ് ഖസാലി. 2017 ഹിസ്ബുള്ള തീവ്രവാദികൾക്കൊപ്പം ഖസാലി ലെബനോനിൽ ഇസ്രായേൽ അതിർത്തി കാണാനെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ പലതവണ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാഖി മിലീഷ്യ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിറിയയെ വിഭജിക്കാനുള്ള ശ്രമവുമായി ഇസ്രായേൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുവെന്നാണ് അസൈബ് അഹൽ അൽ അഖിന്റെ തലവന്റെ ആരോപണമുണ്ടായിരിക്കുന്നത്. യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇസ്രായേലി നിയന്ത്രണം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായ ഡേവിഡ് ഇടനാഴി പദ്ധതിയിൽ ഇറാഖിന്റെ അതിർത്തിക്കുള്ളിലെ പ്രദേശങ്ങളും ഉൾപ്പെടുന്നുവെന്നാണ് ഖൈസ് ഖസാലി ആരോപിക്കുന്നത്. ഇറാഖിലെ മറ്റ് ഷിയ അനുകൂല ഇറാനിയൻ മിലീഷ്യകളെ പോലെ ഖസാലിയും സംഘവും കുർദിഷ് വിരുദ്ധരാണ്. കുർദുകൾ ഇസ്രായേലും അമേരിക്കയുമായി നല്ല ബന്ധത്തിലാണെന്നാണ് ഖസാലി അവകാശപ്പെടുന്നത്. നിലവിലുള്ള സഹകരണം കണക്കിലെടുത്ത് ഇറാഖിലെയും സിറിയയിലെയും കുർദിഷ് ദേശങ്ങളിൽ എത്തിച്ചേരുക എന്നതാണ് ഇസ്രായേൽ പദ്ധതി. ഇസ്രായേൽ കടന്നുകയറ്റവും സിറിയൻ പ്രദേശത്തിന്റെ അധിനിവേശവും സിറിയൻ പ്രദേശം കൈവശപ്പെടുത്താനും അതുവഴി യൂഫ്രട്ടീസ് നദിയിലെത്തുക എന്ന വലിയ ലക്ഷ്യം കൈവരിക്കാനുമുള്ള അവരുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക എന്നതാണ് പ്രാഥമികമായി ഡേവിഡ് ഇടനാഴിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് ഖൈസ് ഖലാസി ആരോപിക്കുന്നത്. ഖലാസിയുടെ ഈ ആരോപണത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. അതേസമയം സിറിയയിലെ കുർദുകൾ അധികവും താമസിക്കുന്നത് US പിന്തുണയുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.